അതിന്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, രംഗയുടെ ഗ്യാങ്, രംഗ ഗ്യാങ് എന്നാണ് നമ്മൾ അവരെല്ലാവരും കൂടി വിളിക്കുന്നത്. ഈ രംഗ ഗ്യാങ് ഫഹദിനെ ലിറ്ററലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാത്തിനും. ഈ പറഞ്ഞ ആളുകൾ വന്നാൽ ഓഫ് സ്ക്രീനിൽ ഒരു രംഗ ഗ്യാങ് തന്നെയായിരുന്നു. അവര് ത്രൂ ഔട്ട് അത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെറ്റിലൊക്കെ പ്രശ്നക്കാരൊക്കെ വരുമ്പോ ഓടിച്ചു വിടും. പിന്നെ മൂവിയാണെന്ന് അറിയാം, പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ടോക്കന് താളി എന്താ ചെയ്യണ്ടേ, നമ്മൾ എന്ത് രീതി ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. ഒരാഴ്ച ഒന്നും പറയണ്ടില്ല. നമ്മള് ഇവിടുന്ന് ആൾക്കാർക്ക് അറിയാത്ത വേറെ കാര്യമുണ്ടല്ലേ അണ്ണൻ പറഞ്ഞ ജ്യൂസ് അല്ല അളിയൻ പറഞ്ഞ ജ്യൂസ്. അണ്ണൻ ഉദ്ദേശിച്ചത് മാസ് ജ്യൂസ് ആയിരിക്കും. ഇവരെ ഇവിടുന്ന് അണ്ണൻ ജ്യൂസ് അളിഞ്ഞ കഥയാണ് അവിടെ ഇരുന്ന് പറഞ്ഞത്. അണ്ണൻ കേൾക്കാത്തത് ഭാഗ്യമില്ല. പുള്ളി പോയി മാറിപ്പോയി നന്നായി. എന്നെ വെട്ടിന് അടുത്ത വെട്ട് ജ്യൂസുകളെ നിന്ന് അളിഞ്ഞ കഥയാണ് മാസമായിട്ട് പറഞ്ഞത്. ഗ്യാങ്സ്റ്ററിന്റെ അതുകൊണ്ടാണ് ആനിമേഷൻ വന്നത്. അതായത് നമുക്ക് രംഗ ആവേശം ആയിരിക്കണം ആളുകൾ ഇറങ്ങുമ്പോൾ സംസാരിക്കാം. ഇയാളെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ്. ഇയാളെ പോലെയൊക്കെ നടക്കാനും ലുക്കൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് മീശയും, പക്ഷെ വർക്കൗട്ട് ആവുന്നില്ല. മീശയുണ്ട് അതുകൊണ്ട്, പക്ഷെ വർക്കൗട്ട് ആവുന്നില്ല. പുള്ളിനെ പോലെ ആവാൻ നോക്കുന്നു, പാളിപ്പോകുന്നു. നമുക്കറിയണല്ലോ ഇവരെന്ത് ടൈപ്പ് മ്യൂസിക് ആണ് കേൾക്കുന്നതെന്നെല്ലാം അറിയണല്ലോ. അപ്പൊ ഞാൻ പ്ലേ ചെയ്യുന്ന ട്രാക്കുകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയത് എന്താണ്, നമ്മൾ അപ്ഡേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അന്നേരം സന്യാസിനി കേട്ടോണ്ടിരിക്കുന്നത്. രണ്ടും ബാംഗ്ലൂരിലാണ് കഥ. അതാണ് അതിന്റെ മെയിൻ പരിപാടി. ഇതിങ്ങനെ എടുത്തെടുത്ത് പറയണ്ട. ബാംഗ്ലൂർ പാസ്. പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു, എടാ മോനെ ഇംഗ്ലീഷ് തന്നെ പറയാം. എങ്ങനെ? സ്കൂൾ കാലം മുതലുള്ള വാട്സ്ആപ്പ് ഗൈഡൻസിലൂടെ ലുട്ടുവിനെ പോലെയുള്ള കുട്ടികളെ പുട്ടുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങളാരാണ് ഇംഗ്ലീഷ് കഫേ. We present you the perfect English. WhatsApp now 9633888575. എടാ മോനെ, ഹാപ്പിയാണോ? ഈ രംഗണ്ണൻ എങ്ങനെ ഇത്രയും സെറ്റപ്പ് ആയത്? കഥ പറയേണ്ട ഒരു അതായത് 2.5 മണിക്കൂർ പടത്തിൽ പറഞ്ഞ കാര്യമാണ് താൻ ഒറ്റയടിക്ക് ചോദിക്കുന്നത്. അതായത് ബാക്കി തിയേറ്ററിൽ പോയി കാണാം. ഫാസ്റ്റ് ഫാസിൽ ഓൺ ഫുൾ പവർ ആയിട്ടുള്ള ഒരു ചിത്രം. ഇപ്പം ജിത്തുമാവിന് മുമ്പത്തെ ചിത്രങ്ങൾ കാണാൻ നേരത്ത് കൊമേഴ്ഷ്യലുമാണ്, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമാണ്. ഇപ്പൊ സിനിമ കണ്ടോണ്ടിരിക്കാൻ നേരത്ത് ഇടക്കൊക്കെ എണീറ്റ് ഒന്ന് ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ. ഇപ്പൊ റീലൊക്കെ കണ്ടപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ഡാൻസ് കളിച്ചപ്പോൾ പിടിച്ച് താത്തി ഇരുത്തുന്ന സീനൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പൊ സിനിമ കണ്ട എല്ലാവർക്കും ഏകദേശം ഒരേ മൂഡായിരുന്നു. അപ്പൊ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ ഒരു പവർ ഇങ്ങനെ നിലനിൽക്കും. അപ്പം എങ്ങനെയുണ്ട്, അതിനൊക്കെ ഫീൽ ചെയ്ത് എങ്ങനെയായിരുന്നു? അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആവേശം എന്ന് പറഞ്ഞ പേരിട്ടിട്ട് അതിനകത്ത് ആവശ്യമില്ലാണ്ടായി പോകാൻ പാടില്ലല്ലോ. അപ്പൊ അത് തുടക്കം തൊട്ടേ നമ്മുടെ ഒരു ക്ലീഷേ ഡയലോഗായിരുന്നു. അതെ, ആവേശം ഷൂട്ട് ചെയ്ത് വരുമ്പോ ആവേശം വേണം. അപ്പൊ അത് ഉണ്ടായി എന്നുള്ളതാണ് ഭാഗ്യം. ഫാസിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ക്യാരക്ടർ നമുക്കറിയാം. അത് മാസ് വരുന്നുണ്ട്, സെന്റിമെന്റിൽ വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്. ഇതിനെ മൂന്നും ചിലപ്പോ ഒരു സീനിൽ തന്നെ ഇതിനെ മൂന്നിനെയും ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എനിക്ക് തോന്നുന്നില്ല ഫാദി ഇതിനു മുമ്പ് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി തൊട്ടിട്ടുണ്ടെന്ന്. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരിക്കൽ പോലും ഡിസ്കണക്ട് ആവാതെ അതിനെ ഹോൾഡ് ചെയ്ത്? അല്ല, അതാണല്ലോ നമ്മൾ ചെയ്യുന്ന ജോലി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം പിന്നെ ഫഹദിനെ പോലെ ഒരാളാണ്, പുള്ളിക്ക് അതൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് പുള്ളിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വർക്കൗട്ട് ആയത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ ക്ലൈമാക്സിന്റെ കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക് മേജർലി ആ ഒരു അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് വരുന്നത്, പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന ഒരു ഇമോഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അങ്ങനെ നമുക്കറിയാം നമ്മൾ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഇവിടെ എല്ലാം ചേഞ്ച് വരണം, ഇവിടെ ഇമോഷൻ വരണം, ഇവിടെ ഹ്യൂമർ വരണം, ഇവിടെ പേടിയാവണം. ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി റിഹേഴ്സലൊക്കെ ചെയ്തിരുന്നു. ഈ പറഞ്ഞ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അത്രയും ഒരു സീനിന് വേണ്ടി റിഹേഴ്സൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫഹദിന്റെ. ഇവരുടെ നമ്മൾ വേറെ ഒരു സീനും കൂടെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഫഹദിന്റെ നമ്മൾ ചെയ്തത് ക്ലൈമാക്സ് മാത്രമാണ്. ക്ലൈമാക്സിൽ പുള്ളിയുടെ പെർഫോമൻസ് റിഹേഴ്സൽ ആയിരുന്നില്ല. ഏതൊക്കെ പോയിന്റിൽ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എതിലേക്ക് പുള്ളി പോവും, എവിടെ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള, എവിടെ വരുമ്പോൾ എന്തു പറയണം എന്നൊക്കെയുള്ള റിഹേഴ്സലായിരുന്നു. അതായത് ഈ ഡയലോഗ് ഒരു പാറ്റേൺ ഉണ്ട്. പുള്ളി ഇതുവരെയുള്ള കഥകൾ മുഴുവൻ പറയുവാണ്. നമ്മുടെ സിനിമയിൽ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ആ സെക്കൻഡിൽ ഫുൾ പറയുന്നുണ്ട്. അപ്പൊ ആ പറച്ചിൽ എവിടെ വരുമ്പോൾ എന്ത് പറയണം എന്നുള്ള ഒരു പ്ലാൻ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ഞാനത് പെർഫോം ചെയ്യുമ്പോഴാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ പോവായിരുന്നു. അതിന് മുമ്പ് രോമാഞ്ചത്തില് വേറൊരു ടെമ്പോയും വേറൊരു സാധനമാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആവേശത്തിലേക്ക് വരാൻ നേരത്ത് രോമാഞ്ചത്തിന് ശേഷം ആവേശം
എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടറാണ്. അതിൽ ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് മിനിമൽ ആയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ എക്സെൻട്രിക് അല്ല, ഇതിൽ ഭയങ്കര എക്സെൻട്രിക് ആണ്. അതാണ് ഭയങ്കര വ്യത്യാസമായിട്ടുള്ളത്. രണ്ടും ബാംഗ്ലൂരിലാണ് കഥ നടക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ പരിപാടി. ഇതിങ്ങനെ എടുത്തെടുത്ത് പറയണ്ട. ബാംഗ്ലൂർ പാസ് എനിക്ക് വേറൊന്നും പറയല്ല. മേ ബി അവന്റെ അടുത്ത ചോദ്യമായിരിക്കും അതെ അതെ, അതാണ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് രംഗണ്ണനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിഷമിച്ച് മാറി നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫഹദ് ഹാൻഡിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് പാളിയാൽ മാറിപ്പോകുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിനൊരു നോട്ടത്തിലൊക്കെ ഗംഭീരമൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്തതൊക്കെ? ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അങ്ങോട്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സെറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് വന്നതാണത്. നിങ്ങൾ എല്ലാരും കൂടെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് പല ആളുകളും പല മൂഡിൽ നിൽക്കുന്ന ഇതാണ്. ആ കെമിസ്ട്രി എങ്ങനെയായിരുന്നു ജിത്തു ചേട്ടൻ വർക്ക്ഔട്ട് ചെയ്തത്? ഒരു മാസം മുമ്പേ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു മാസം മുമ്പേ ഞങ്ങള് ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഗ്രൂമിംഗ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലേ. അപ്പോഴേ ഞങ്ങൾ തമ്മിലൊരു എന്ത് പറയാം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാന്നൊരു ഇതായി, അങ്ങനെ ഒരു പരിപാടിയായി. നമ്മള് നാലുപേര് തമ്മിൽ മാത്രമല്ല, നമ്മളെല്ലാരും തമ്മിൽ. ജിത്തു ചേട്ടനോട് നമുക്ക് എന്ത് സജഷൻ പറയും, ജിത്തു ചേട്ടൻ എന്തും ഇങ്ങോട്ട് പറയാം, നമുക്ക് അത് അങ്ങനത്തെ ഒരു ഇതിലായി. ഒരു മാസം കൊണ്ട് തന്നെ, മാസം കൊണ്ടല്ല, പ്രോസസ് തുടങ്ങിയപ്പോ തൊട്ടേ നമ്മള് എല്ലാരും ഓക്കെ. ഈ ജിത്തു ചേട്ടൻ ഇടയ്ക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് ന്യൂജൻ പിള്ളേരുടെ വൈബ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു പാട്ട് കേൾക്കാൻ ഇവന്റെ അവിടെ ചെന്ന് പുതിയ പാട്ട് നമുക്കറിയണല്ലോ ഇവരെന്ത് ടൈപ്പ് മ്യൂസിക് ആണ് കേൾക്കുന്നതെന്നെല്ലാം അറിയണല്ലോ. അപ്പൊ ഞാൻ പ്ലേ ചെയ്യുന്ന ട്രാക്കുകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയത് എന്താണ്, നമ്മൾ അപ്ഡേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അന്നേരം സന്യാസിനി കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ പോയി ഷോ അടിച്ചിട്ട് അതെ പഴയ പാട്ടൊക്കെ കേൾക്കുന്നു. അല്ല സന്യാസിനി ഞാൻ ഷോ അടിച്ചല്ലേ കേൾക്കുന്നത്, കേൾക്കുന്നത്. അപ്പൊ അതാ എനിക്ക് ഏത് പാട്ടാണെന്ന് കേൾക്കുന്നത്. നോക്കുമ്പോ സന്യാസിനി അങ്ങനെ തുടങ്ങിയ അവന്റെ ലിസ്റ്റ് തന്നെ അതാണ്. ഇതെല്ലാം അവൻ വൈബ് ചെയ്തോണ്ടിരിക്കുന്നത്. രംഗേക്കാരും ഒരു സൈക്കോണോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വൈബ് ആ ഒരു കെമിസ്ട്രി പടത്തിൽ മൊത്തത്തിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അത് നമ്മൾ ചെയ്തിട്ടുള്ള സീൻസിലെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സ്വന്തമായിട്ടല്ലോ അങ്ങനെ തോന്നുന്നു. ലൊക്കേഷനിൽ വെച്ചിട്ട് പാരഡി ഒക്കെ പാടുന്നുണ്ട്. സഞ്ജേട്ടനൊക്കെ ഇതാക്കിയിട്ട് പാരഡി ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ആണോ? അല്ല ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് എല്ലാരും കൂടെ കൂടുമ്പോ അപ്പൊ കേൾക്കുമ്പോ അവിടെ പാടിയത് അവിടെ കളയും. സഞ്ജേട്ടൻ അത് ചുമ്മാ പറഞ്ഞപ്പോ ശരിക്കും റോഷൻ ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്, പാരഡി ഉണ്ടാക്കാൻ. ഇപ്പൊ നമ്മളൊരു പാട്ട് കേൾക്കുന്ന ഈ സിറ്റുവേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ അവ അതിന്റെ ലിറിക്ക് പാടും. അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഇടയിൽ, അതായത് നമ്മുടെ മൂന്നുപേരുടെ ഇടയിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വരി പാടും, ഒരു പാട്ട് രസമായിരിക്കും. നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പോകും. നമ്മൾ ഫ്രണ്ട്സിനിടയിൽ പാടുന്നത് അതിപ്പോ വേറൊരാളോട് ഇത് പറഞ്ഞു കൊടുത്താലോ എക്സ്പ്ലെയിൻ ചെയ്താലോ അപ്പുറത്തിരിക്കുന്ന ചിരിക്കണമെന്ന് പോലും പറഞ്ഞു കൊടുത്താൽ പോലും അവർ ചിരിക്കണമെന്നില്ല. അതൊരു ഇൻസൈഡ് ജോക്ക് ആയിരുന്നു ബ്രോ. സഞ്ജേട്ടൻ ജസ്റ്റ് പറഞ്ഞപ്പോ മൊത്തത്തില് വൈറലായി പോയതാണ്. നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നടക്കുന്ന പല കഥകളും ഇങ്ങനെ ഫ്രണ്ട്സ് ബാക്കി അത് ആ ഇൻസിഡന്റ് ഇല്ലാത്ത ആളുകളോട് പറയാൻ നേരത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും, കഥകളുണ്ടാവും. പക്ഷെ ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ മൊത്തം ഈ കഥകളൊക്കെ പാട്ടായിരിക്കും. അവിടേക്ക് ഏത് സ്റ്റോറിയാന്ന് പറയാൻ നേരത്തെ ഇങ്ങനെ ജ്യൂസ് പറ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു എനിക്ക് കണ്ടപ്പം. നമ്മള് ഈ സ്റ്റോറി ടെല് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ സംഗതിയായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു അനുഭവമാണ്. അത് അനുഭവമല്ല, അതപ്പം അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ആക്ച്വലി ആൾക്കാർക്ക് അറിയാത്ത വേറെ കാര്യമുണ്ട് അല്ലേ. അണ്ണൻ പറഞ്ഞ ജ്യൂസ് അല്ല അളിയൻ പറഞ്ഞ ജ്യൂസ്. അണ്ണൻ ഉദ്ദേശിച്ചത് മാസ് ജ്യൂസ് ആയിരിക്കും. ഇവരെ ഇവിടുന്ന് അണ്ണൻ ജ്യൂസ് അളിഞ്ഞ കഥയാണ് അവിടെ ഇരുന്ന് പറഞ്ഞു. അണ്ണൻ കേൾക്കാത്തത് ഭാഗ്യമില്ല. പുള്ളി പോയി മാറിപ്പോയി നന്നായി. എന്നെ വെട്ടിന് അടുത്ത വെട്ട് ജ്യൂസുകളെ നിന്ന് അളിഞ്ഞ കഥയാണ് മാസമായിട്ട് പറഞ്ഞത്. ഗ്യാങ്സ്റ്ററിന്റെ പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നീടാണ് വീണ്ടും തുടങ്ങുന്നത് ജ്യൂസ് കടയിൽ നിന്ന്. മറ്റേ അടിയാണ് അണ്ണൻ ഉദ്ദേശിച്ചത്. അപ്പൊ മാസാണോ വേണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ അളിയും പറഞ്ഞത് കറക്റ്റാ. ബാക്കി കണ്ടിന്യൂ മാസമുണ്ട് അല്ലാത്തതുണ്ട്, ഏതാണ് ജ്യൂസ് അറിയില്ലല്ലോ. അത് കറക്റ്റ് ആയിട്ട് പുള്ളി മെൻഷൻ ചെയ്യുമായിരുന്നു. ഞാൻ മാസം അടിച്ചതിനോട് ജ്യൂസ് മാത്രം പറഞ്ഞോളൂ. അത്
ഈ അതിന്റെ അകത്ത് പറയാൻ നേരത്ത് ഇങ്ങനെ ആളുകൾ ഇരിക്കാൻ നേരത്തുണ്ടല്ലോ ഇങ്ങനെ തലയില് ഇങ്ങനെ 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 എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഉണ്ട്. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ആ സാധനം തന്നെ ടീച്ചറിൽ നമ്മൾ കണ്ടപ്പോഴും ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് ചെയ്ത ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ അവിടെ വരുന്നു, പറയുന്നു ഇതാണ് പരിപാടി, അളിയെ ചെയ്തു. അളിയനെ ആദ്യം കാണിച്ചത് അതിന്റെ മുമ്പ് നിങ്ങൾ റിഹേഴ്സലും പരിപാടിയൊന്നും ഇല്ല? ഇല്ല ഇല്ല ഇല്ല. അത് ഈ പറഞ്ഞ നേരത്തെ പോലും ഇതേ പറഞ്ഞ ചില സീൻസുകളൊക്കെ അവിടെ വന്നിട്ടാണ് വളരെ സിമ്പിൾ ആണ് അതിലൊരു കാര്യം. ഒരു ഹ്യൂമർ, ഇപ്പൊ ഇതെന്റെ മാത്രം തിയറിയാണ് കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ അത് ശരിയാവണമെന്നില്ല. അതായത് നമ്മൾ ഹ്യൂമർ, ഒരു തമാശ നമുക്ക് ഒരു പ്രാവശ്യം അത് വർക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ പറഞ്ഞതിന് സുഖം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെയാണ് കോമഡി പെർഫോം ചെയ്യുമ്പോഴും. നമുക്കത് ആദ്യം പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നാച്ചുറൽ സാധനം രണ്ടാമത് പെർഫോം ചെയ്യുമ്പോഴോ മൂന്നാമത് പെർഫോം ചെയ്യുമ്പോൾ കിട്ടിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ സീനുകൾക്ക് റിഹേഴ്സൽ ചെയ്യില്ല, നേരെ ഷൂട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഷൂട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഹ്യൂമർ കിട്ടുന്നത്. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിച്ചവർ കിട്ടിയില്ലെങ്കിലായിരിക്കും നമ്മൾ വീണ്ടും ടേക്കുകൾ പോയിട്ട് അത് ശരിയാക്കി എടുക്കുന്നത്. ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല, ഞാനിത് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂർ എന്ത് ഇതിന് മാത്രം കഥയിരിപ്പുണ്ടോ ബ്രോ? 12 കൊല്ലം ഉണ്ടായിരുന്നു, 2 കൊല്ലത്തെ കഥയായിട്ടുള്ളൂ. ഇനിയുണ്ട്. അടുത്തത് ഫാസ്റ്റ് പാസില് ഡേറ്റ് വീണ്ടും നന്നൊക്കെ പറയാമല്ലോ. ആര് പറഞ്ഞു? ഇങ്ങനെ ന്യൂസ് ഉണ്ട്, ടൈംസിൽ വന്ന ന്യൂസ് ഞാൻ കണ്ടു. അത് അങ്ങനത്തെ തീരുമാനമൊന്നും ആയിട്ടില്ല. ഡിസ്കഷൻ നടക്കുന്നതല്ല. അതെ അതെ അതെ. ഫാസ്റ്റ് പാസിലിനെ വെച്ചിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന ഒരു ടൈറ്റിൽ, ആ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു? അത് ഫഹദിന്റെ ആയിരുന്നു. അതായത് ഫഹദിനത് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവന്മാർക്കെല്ലാം ടാഗിലേയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഫഹദ് ഇങ്ങോട്ട് പറയുമായിരുന്നു, എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി കൂടെ വെക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വേറൊരു കാര്യമായിരുന്നു ചോദിച്ചത്, വേറൊരു ടൈറ്റിലായിരുന്നു ചോദിച്ചത്. അപ്പോൾ അത് വേണ്ട, എങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട്. അതിന് കൃത്യമായി അതിൻ്റെ അകത്തൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ട് പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് എല്ലാ സമയത്തും ഉണ്ടാവും. അതെല്ലാം സിനിമയുടെ ടോട്ടാലിറ്റിയിലും പുള്ളിക്ക് അറിയാം അത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആളാണ്. ആദ്യം മുതലുള്ള ഒരു ടെമ്പോ ഉണ്ടല്ലോ, ആ ടെമ്പോ ബേസിക്കലി അത് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് സംഗതിയാണ്. എപ്പോഴാണ് ഡിസ്കണക്ട് ആയി പോവുക അപ്പോഴേക്ക് തിരിച്ചു വരെ. അപ്പൊ ഈ റെങ്കയില് ഷെമ്മി കയറി വന്നിട്ടുണ്ടോ പലപ്പോഴും? അതൊക്കെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും കയറി വന്നിട്ടില്ല. അതായത് ഫഹദ് ഇതിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തത് ഷമ്മി വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ബാക്കി ചെയ്ത ക്യാരക്ടർ ഷെയ്ഡുമായിട്ട് ഇതിനധികം ബന്ധങ്ങളില്ല. അപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കും. ഷമ്മിയോടാണ് ഒരു പരിധി വരെയെങ്കിലും ഒരു ഷെയ്ഡ് സിമിലാരിറ്റി ഉള്ളത്. അപ്പം അത് വരാതിരിക്കാനാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം സെയിം സീക്വൻസ് ഉണ്ട്. കുമ്പളങ്ങിയിൽ കയ്യിൽ ഈ ഇത് കോടാലി പിടിച്ചിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അതുപോലും വേറെ പക്ഷെ അത് വേറെ രീതിയിലാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് പിടിക്കുന്ന രീതി വേറെയാണ്, അത് ചെയ്യുന്ന എനർജി വേറെയാണ്, പുള്ളി തല പിടിച്ചതും ബോഡി ലാംഗ്വേജും ഒക്കെ വേറെയാണ്. അപ്പൊ മാക്സിമം അതിൽ നിന്ന് മാറിയിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഷമ്മിയിൽ നിന്ന് മാത്രമല്ല എല്ലാത്തിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ക്യാരക്ടർ രംഗയായിട്ട് തന്നെയാണ് പുള്ളി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഭാഗമാണെന്ന് എല്ലാവരുടെയും സ്വപ്നം പോലെ നിങ്ങൾക്കും ഉണ്ടാകും. അപ്പം അതും രോമാഞ്ചം പോലെ ഒരു ഹിറ്റ് മേക്കറിന്റെ ഫിലിമിൽ വരിക എന്നുള്ളത് എങ്ങനെയായിരുന്നു? ഞങ്ങള് ഓഡിഷന് ജിത്തുചാനം വിളിക്കുമ്പോഴൊന്നും രോമാഞ്ചം റിലീസ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഓഡിഷൻ സെലക്ട് ആയതിനു ശേഷമാണ് രോമാഞ്ചം റിലീസ് ആവുന്നത്. അപ്പം രോമാഞ്ചം കാണാൻ നമുക്ക് ഈ ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര ഒരു ആവേശമായിരുന്നു രോമാഞ്ചം കാണാൻ, ഫസ്റ്റ് ഡേ ഇത് കാണാനായിട്ട്. കാരണം നമ്മള് അടുത്ത് ചെയ്യുമ്പോൾ ചേട്ടന്റെ അടുത്ത ഫസ്റ്റ് സിനിമ ഇറങ്ങില്ല. അപ്പൊ അത്ര ഇത് രോമാഞ്ചം കണ്ടു കഴിഞ്ഞപ്പോ ആ കൂടെ കൂട്ടുകാരന്മാരെ രോമാഞ്ചം കണ്ടു കഴിഞ്ഞപ്പോ അവന്മാർക്കൊക്കെ ഇങ്ങനെ എനിക്ക് പിന്നെ രോമാഞ്ചം പടം കാണാനായിട്ട് പറ്റിയത് ഇവനൊക്കെ കൂടെയാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത് 3 വട്ടം അങ്ങനെ തോന്നുന്നു രോമാഞ്ചം കാണാൻ വേണ്ടി ടിക്കറ്റ് കിട്ടാണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂരാണ് കണ്ടത്. മിണ്ടിയില്ല അതുവരെ. കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇവനോ കൂടെ രോമാഞ്ചത്തിലൊരു ആവേശമായി. രോമാഞ്ചത്തിൽ നമ്മൾ കാണാൻ നേരത്തും രോമാഞ്ചത്തില് എന്താണ് സിനിമ തുടങ്ങാൻ നേരത്ത് തന്നെ അതിന്റെ ഒരു ടൈറ്റിൽ സോങ്ങിൽ തന്നെ അതിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടുള്ള സിനിമകളിൽ ഇപ്പം പൊതുവെ മലയാളത്തിൽ വരുന്ന സിനിമകളിൽ ഇത്രയും ഹൈപ്പർ ആയിട്ടുള്ള ബീറ്റ്സ് ഒക്കെ ഒരുപാടുള്ള ടൈപ്പ് മ്യൂസിക് അല്ലല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പം പക്ഷെ രോമാഞ്ചത്തിലാണെങ്കിലും ആവേശത്തിലാണെങ്കിലും ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്യുന്നു ഭയങ്കര അടിപൊളിയായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നുണ്ടല്ലോ. ബാക്കിൽ ആളുള്ളതുകൊണ്ട് എണീറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അത് എന്താണ് ഈ ഒരു മ്യൂസിക് സെൻസ്? അതായത് രോമാഞ്ചത്തിന്റെ ഒരു പേസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് സുഷിന്റെ മ്യൂസിക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്.
അതായത് ഈ പറഞ്ഞ ടൈറ്റിൽ ട്രാക്ക് ചെയ്യുമ്പോഴാണ് പടത്തിന്റെ പേസ് നമ്മൾ ഒന്നുകൂടെ മാറ്റി എഡിറ്റ് ചെയ്തു കുറച്ചുകൂടെ. അപ്പോൾ അതിന്റെ കാരണം ഈ ടൈറ്റിൽ മ്യൂസിക് ഇങ്ങനെ വന്നത്. ഞാൻ കുറച്ചുകൂടെ ഒരു ബീറ്റ് തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ സ്ലോവർ ബീറ്റ് ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ സുഷിന് ആ ഹൈ സ്പീഡ് ബീറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും കാണാൻ രസമുണ്ട്, കാരണം ആ വിഷ്വലും ഇതും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ കുറച്ചുകൂടെ ഒന്ന് പേസ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. രോമാഞ്ചം ഇത്രയും ലൗഡ് അല്ലായിരുന്നു ഞാൻ ആദ്യം എടുത്ത് കൊടുക്കുന്ന സമയത്ത്. രോമാഞ്ചം ഇപ്പൊ കാണുന്ന അത്രയും ലൗഡ് ഒരു പടമല്ലായിരുന്നു. അതിന്റെ ആ ഇപ്പൊ കാണുന്ന ആ സൗണ്ടിലേക്കും ആ പേസിലേക്കും കൊണ്ടുവരാനുള്ള ഒരു മെയിൻ കാരണം സുഷിനും കിരൺ ദാസുമാണ്. നെസ്ട്രിയ ഒരു പാട്ട് പാടിയിരുന്നല്ലോ, അത് സിനിമയിൽ യൂസ് ചെയ്തില്ല, അതെന്തുകൊണ്ടാണ്? സിനിമയിലുണ്ടല്ലോ. ഉണ്ടോ? അത് വരുമ്പോഴേ കിട്ടിയില്ല. അത് ഏതായിരുന്നു? അത് ആക്ച്വലി അത് കഴിഞ്ഞ ഉടനെ വരുന്ന സീൻ പറയാം. അതായത് ഈ പാട്ട് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ഡയലോഗ് അതെന്റെ ഒരു ചേട്ടനായിട്ട് വരും എന്നുള്ളതാണ്. അതിന് തൊട്ട് മുന്നേ തീരുന്ന ഒരു പാട്ടാണ്, അതാണ് നെസ്ട്രിയ പാടിയിട്ടുള്ളത്. എന്തായാലും ഒന്നും കൂടെ കാണും. കോസ്റ്റ്യൂംസ് അത് എങ്ങനെയായിരുന്നു? ഫഹദിന്റെ ഒരു അറ്റയർ എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തത്? ഫഹദിന്റെ അറ്റയർ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അത് ആദ്യമേ സ്ക്രിപ്റ്റിനൊക്കെ മുന്നേ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്കായിരുന്നു. നമ്മൾ കഥ പറയുമ്പോൾ തന്നെ ആ ലുക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കലി കുറെ കാര്യങ്ങളുണ്ട്. അതായത് ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ വൈറ്റ് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് ലൈറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ നൈറ്റ് സീക്വൻസുകളാണ്, ബാർ സീക്വൻസ്, എല്ലാത്തിനും അതിൻ്റെതായ കോൺട്രാസ്റ്റും എല്ലാം മിസ്സായി പോയി പറഞ്ഞ വൈറ്റ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ സമീർക്കൊക്കെ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ കഥ കേട്ട ഉടനെ വൈറ്റ് ആൻഡ് വൈറ്റ് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ ഇപ്പം മഷറും വന്ന് ചർച്ച ചെയ്ത് അതിലെ ആ കോസ്റ്റ്യൂമിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ വൈറ്റിൻ്റെ ഷെയ്ഡ്, അത് എത്രത്തോളം വേണം, അതെല്ലാം വർക്ക് ചെയ്തിട്ടാണ് ആ കോസ്റ്റ്യൂം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഒരു ടീം വർക്കാണ് അതങ്ങനെ വന്നതിലുള്ള. എല്ലാവരുടെ കോസ്റ്റ്യൂംസിലും എല്ലാവർക്കും ക്യാരക്ടർ വർക്ക് ചെയ്തെടുത്ത് തന്നെയാണ് കോസ്റ്റ്യൂംസ് എല്ലാം. ഈ ഫസ്റ്റ് പടത്തിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിന്റെ കൂടെ ആണല്ലോ. അത് ബേസിക്കലി ഇപ്പം എക്സ്പീരിയൻസ് നോക്കുമ്പോഴേ ഞങ്ങൾക്ക് ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്ത് ബേസിക്കലി സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരു ഹിറ്റ് മേക്കർ, സമീർ തായർ, സുഷിൻ ശ്യാം, അങ്ങനെ ഈ സാധനം കൊണ്ട് എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്ന പോലും അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടൊരു ടെക്നീഷ്യൻസിന്റെ ഫ്രണ്ടിലാണ്. മീൻസ് ആ വർക്ക് ചെയ്യാൻ ലേണിംഗും കൂടെ അതിന്റെ അകത്ത് നടക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കാര്യം വലിയൊരു ഭാഗ്യമാണ് ബ്രോ. അതായത് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, ടെക്നിക്കൽ ടീം മാത്രമല്ല ഫഹദിക്കെ പോലെയും സഞ്ജയണ്ണ പോലെയൊക്കെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നമ്മൾ പരമാവധി ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങള് ഓരോന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സെറ്റ് ചെയ്യുന്നുണ്ടാവും. യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഒരുപാട് സംസാരിക്കാനും കാണും നമുക്ക്. നമ്മുടെ എന്താ പറയണ്ട, ഈ ബ്രേക്ക് സമയങ്ങളൊന്നും നമ്മള് വെറുതെ മാറി നിന്നിട്ടില്ല. കബാബ് കഴിക്കുമായിരുന്നു, ഒന്നും മാറി ഒന്ന് വേസ്റ്റ് ആക്കിയില്ല. സംസാരം ഇവന്മാര് വണ്ടി വരുമ്പോഴും അവിടെ ഉറങ്ങുമായിരിക്കും. നമുക്കറിയാൻ പാടില്ല, ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാൻ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ റെസ്റ്റില് അയ്യോ ഒന്നും തോന്നുന്നില്ലല്ലേ. അയ്യോ ഇവിടെ പണിയെടുത്തിട്ട് ഇച്ചിരി തോന്നി. അല്ലല്ല സീരിയസ്ലി വർക്കാണ് സാധനം. മീൻസ് എനിക്ക് ആ ഈ പറഞ്ഞിട്ടുള്ള ചില സീൻസിൽ ഞാൻ പറഞ്ഞില്ലേ ആ മാറി നിൽക്കുന്ന സാധനങ്ങളൊക്കെയാണ് അത്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അതായത് ആ കുറെ കാര്യങ്ങൾ ഇതൊന്നും ജിത്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായില്ല സ്ക്രിപ്റ്റിലുള്ളത്. നമ്മൾ അവിടെ വരുമ്പോഴാണ് മച്ചാൻ ഇങ്ങനെ സാധനം ഈ പറഞ്ഞ പോലെ പിണങ്ങി നിൽക്കുന്ന സാധനമാണെങ്കിലും നേരത്തെ കഥ പറയുന്ന അതെ ചവിട്ടി എങ്ങനെ പോകുന്നില്ലേ, അതൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ഇതാണ് മച്ചാന്റെ സാധനം പറഞ്ഞു നമ്മൾ ഇതാണ് അപ്പേട് ചെയ്യുക. അങ്ങനെ കുറെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വർക്കൗട്ട് പെട്ടെന്ന് സാധനം കിട്ടുമോ? നമ്മളത് ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഇതാണ് പരിപാടി, ചെയ്യുന്നു, അത് ചെയ്ത് കറക്റ്റായില്ല നമ്മൾ വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ രോമാഞ്ചത്തിലും ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. അതെ അതെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ടീം വർക്കായിട്ട് ഇംപ്രവൈസേഷൻ എന്നുള്ള സാധനം ഉണ്ടായിരുന്നുള്ളതാണ്. അത് നമ്മൾ ഓരോ ജിത്തുന്റെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. ഈ ഫഹദുമായിട്ടുള്ള ഒരു സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി പുള്ളിയായിട്ട് നിക്കാൻ നേരത്ത് ഇപ്പം ഫഹദ് ഭയങ്കര ഈ പറഞ്ഞുള്ള ഹൈപ്പർ ആയിട്ടുള്ളൊരു മാനസും കാര്യങ്ങളും
ചില സമയത്ത് സട്ടിലായിട്ട് പോകുന്നു, അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. ഫഹദുമായിട്ട് സ്ക്രീനിൽ സ്പേസ് പങ്കിടുക എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആണോ? ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാണ് പുള്ളിയായിട്ട് സ്ക്രീൻ ഷെയർ എന്നുള്ളത്. അത് കറക്റ്റായിട്ട് വന്ന്. അപ്പൊ എനിക്ക് എന്റെ ഫേവറേറ്റ് ആക്ടറാണ്. പിന്നെ ഇത്രയും വലിയൊരു നടൻ ഫ്രണ്ടിലിരിക്കുന്നു, ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ ജിത്തു പറഞ്ഞ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര എക്സെൻട്രിക് ക്യാരക്ടറാണ്, ഭയങ്കര ഹൈപ്പറാണ്. അതുപോലെ തന്നെയാണ് ഈ കൂടെ ഉള്ള അമ്പാൻ എന്നുള്ള ക്യാരക്ടർ. പുള്ളി ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഇയാളെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ്. ഇയാളെ പോലെയൊക്കെ നടക്കാനും ലുക്കൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് മീശയും, പക്ഷെ വർക്കൗട്ട് ആവുന്നില്ല. ആ മീശയുണ്ട് ഇതാവുണ്ട്, പക്ഷെ വർക്കൗട്ട് ആവുന്നില്ല. പുള്ളിനെ പോലെ ആവാൻ നോക്കുന്നു, പാളിപ്പോകുന്നു. അതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഹൈപ്പറാണ്, എക്സെൻട്രിക് ആണ്. അപ്പൊ ഒരാൾ ഭയങ്കര ലൗഡ് ആവുമ്പോൾ ഒരാൾ ഭയങ്കര സൈലന്റ് ആവും, ഒരാൾ ഭയങ്കര സൈലന്റ് ആവും, മറ്റേ ലൗഡ് ആവും എന്നുള്ള അങ്ങനെ ഒരു പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ലാസ്റ്റ്. അതെ അതെ അതാണ് അതിന്റെ ഒരു. അതുപോലെ ഒരാള് കാണിക്കുന്ന കോമഡി ആണെങ്കിൽ അതേ സെൻസിൽ മറ്റേയാളും അത് എൻജോയ് ചെയ്യുന്നത്, അയാളും ആ സെൻസ് തന്നെ ആയിരിക്കും. അതെ അതെ അതെ. പലതും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്ത ചെറിയൊരു ഞാണും മേൽക്കളിയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ പണി ജിത്തു ചേട്ടൻ അതിന്റെ അത് കോൺഫിഡന്റ് ആയത്. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ഇതൊക്കെ ഓക്കെ സെറ്റ് ആയിരിക്കും. പക്ഷെ ആ ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും? ട്രാക്ക് കറക്റ്റ് കീപ്പ് ചെയ്യാന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ ജഡ്ജ്മെന്റ് എങ്ങനെ എടുക്കുക? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ടൈമില് ഇപ്പം നമുക്കിതിന്റെ ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് ഇതിന്റെ ടോട്ടാലിറ്റി മൈൻഡിലുണ്ട്. അപ്പം ഇതുവരെ മുന്നേ ചെയ്ത് എന്താണെന്നും ഇനി ചെയ്യാൻ എന്താണോ ഉള്ളതെന്നും നമുക്ക് മൈൻഡിലുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ കൂടുതലും നോക്കുന്ന ആ സീൻ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ സീൻ വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരി വരുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. നമുക്ക് അതിനെ മെക്കാനിക്കലി അല്ലെങ്കിൽ അതിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ ടെക്നിക്കലി അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ചുകൂടെ എന്താ പറയുക ഇമോഷണലി അപ്രോച്ച് ചെയ്യുന്നത്. ഇമോഷണലി എന്ന് വെച്ചാൽ എല്ലാ ഇമോഷനും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഫീല് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത്. ഹോസ്റ്റൽ ലൈഫ് കാര്യങ്ങളൊക്കെ പറയുന്നത് രോമാഞ്ചം എനിക്ക് കണ്ടപ്പോൾ നമുക്ക് പല ഫ്രണ്ട്സും ഇതേപോലെ പല മാനേഴ്സും ഇതേപോലെ കോളേജ് ഹോസ്റ്റലൊക്കെ ഇതേപോലെ ഇരിക്കുന്ന സംഗതികളെങ്കിലും ഇല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യം എറണാകുളത്ത് വരുമ്പോഴാണെങ്കിലും അങ്ങനെ സിറ്റി ലൈഫിന്റെ അകത്ത് അങ്ങനത്തെ സ്പേസ് എന്തായാലും ഉണ്ടാവും. അപ്പം ഈ ഒരുപാട് ആളുകൾ ഈ മത്തി അടുക്കിയിട്ടിരിക്കുന്ന പോലെ കിടക്കുന്ന ഒരു സ്പേസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരുന്നു. ഇപ്പൊ ആവേശത്തിന്റെ കാര്യത്തിലാണെങ്കിലും സത്യം പറഞ്ഞ ഈ ലോക്കൽ സപ്പോർട്ട് തേടി പോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ഈ പക്ഷെ ഇതിന്റെ അകത്തൊരു സിനിമ ഉണ്ടെന്ന് അന്ന് ജീവിച്ചപ്പോ ഇല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് തോന്നിയിട്ടില്ല. ആ ടൈമില് ഇല്ല ബ്രോ, ആ ടൈമില് ഞാൻ സിനിമയിൽ വരുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പഠിച്ചോണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞ എന്റെ കേസ്. നമ്മള് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരാൻ നേരത്ത് സത്യം പറഞ്ഞാൽ അതിന്റെ അകത്തൊരു സിനിമ ഉണ്ടോന്ന്. പക്ഷെ രോമാഞ്ചം കണ്ടപ്പോ എനിക്ക് ഏറ്റവും വലിയ ഒരു അത്ഭുതം തോന്നി വെച്ചാൽ ഇതിന്റെ അകത്തൊക്കെ ഒരു സിനിമ ഉണ്ടാക്കിയൊരു ക്രൈസ് ഉണ്ടല്ലോ, ആ സംഗതി ഉദ്ദേശിച്ചത്. അല്ല എന്തും സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സിനിമ ഇങ്ങനെ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിനകത്ത് സെല് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ, അപ്പോൾ അത് സിനിമയാണ്. അതിനപ്പുറത്തേക്ക് അതിന് സിനിമയ്ക്ക് ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ വേണം കഥ വരാൻ, ഇങ്ങനെ വേണം സീനുകൾ വരാൻ, അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ല സിനിമയ്ക്ക്. സിനിമയ്ക്ക് നിയമങ്ങളില്ല എന്നുള്ളതാണ്. ഗ്രാമറെ മാറ്റുക എന്നുള്ളതാണ്. മാറ്റുക എന്നുള്ളതല്ല, നമ്മളൊരു കഥയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് എല്ലാം ഒരു കോമൺ ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യത്തില്ല. ഈ കഥയ്ക്ക് എന്ത് വേണം അപ്പൊ അതുപോലെ നമ്മൾ ആ സിനിമ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിത്തു ചേട്ടൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ ആ നാരേറ്റീവ് എങ്ങനെയായിരുന്നു, അതിന്റെ സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങള്? ജിത്തു ചേട്ടൻ ആദ്യം നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം നമുക്ക് ആ സ്റ്റോറി ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മള് ഒന്ന് സിങ്കായി, പിന്നെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് ഹാഫ് മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ ഈ ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മളിരിക്കുന്നത്. ചെന്നപ്പോഴേ നിങ്ങൾക്ക് അറിയാം മൂവിയാണെന്ന് അറിയാം, പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ടോക്കൻ ഇതാളി എന്താ ചെയ്യണ്ടേ, നമ്മൾ എന്ത് രീതി ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. ഒരാഴ്ച ഒന്നും പറയണ്ടില്ല. നമ്മള് ഇവിടുന്ന് ബാംഗ്ലൂർ സിനിമ അഭിനയിക്കാനെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോകുന്നു. അവിടെ ചെന്ന് വെറുതെ ഇരിക്കുന്നു, റൂമിൽ വെറുതെ ഇരിക്കുന്നു. വീട്ടുകാരും ചോദിക്കല്ലേ എന്തുകൂടാ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞില്ല. പിന്നെ അടുത്ത ദിവസം സെക്കൻഡ് ഹാഫ് പറഞ്ഞു പറഞ്ഞത് വെച്ചിട്ട് എന്താണ് സ്റ്റാർട്ടിങ് തൊട്ട് ഇത് ഫസ്റ്റ് ഹാഫ് വരെ ആയപ്പോഴത്തേക്ക് ഒരു പടം തീർന്ന്. അപ്പൊ സെക്കൻഡ് ഹാഫ് ഇനി എന്ത് വരും, പടം തീർന്ന്, ഫസ്റ്റ് ഹാഫിലെ പടം തീർന്ന്, സെക്കൻഡ് ഹാഫ് ഇനി എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നറേഷൻ ആയാലും നമ്മൾ സിനിമ കാണുന്ന അതേ ഫീൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ എന്നിട്ട് ജിത്തു ചേട്ടൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് നമുക്ക് വായിക്കാൻ തരുന്നത്. അതും ഡയലോഗ് ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചു വെച്ചാൽ മതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്.
അപ്പൊ ജിത്തു ചേട്ടൻ എന്താണോ നറേറ്റ് ചെയ്തത് അത് സ്ക്രിപ്റ്റിലുണ്ട്. നമ്മൾ ഇനി സെപ്പറേറ്റ് എടുത്ത് ഒരു സ്ക്രിപ്റ്റ് വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടാണ്. നമുക്കൊരു ഡൗട്ടുകൾ പോലും ചോദിക്കാൻ ഈ MD എഴുതുന്ന പോലെ മുട്ടുസൂചി സ്ക്രീനിൽ ഉണ്ടെങ്കിലും അതായിരിക്കും ക്യാപ്ഷൻ എടുത്തത് എഴുതുന്ന പോലെ ആന്ന്. നമുക്ക് ഈ ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ക്യാരക്ടറും എങ്ങനെയാണ് അത് പോകുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഹാഫ് ജിത്തു ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. മ്യൂസിക് അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ റെഫറൻസ് ഷൂട്ട് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു അതോ ഷൂട്ട് ചെയ്തപ്പോ ഇല്ലായിരുന്നു. നമ്മുടെ നറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെഫറൻസ് മ്യൂസിക് എല്ലാം കേൾപ്പിച്ച് തന്നിട്ടായിരുന്നു നറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പടത്തിന്റെ ആ ഒരു മൂഡ് നമുക്ക് കിട്ടുമായിരുന്നു. ഫുൾ മൂഡ് സെറ്റ് ചെയ്താണ് കഥ പറഞ്ഞത്. ഒരു ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. നമ്മള് അഭിനയിക്കുന്നതിനെക്കാട്ടി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമ്മള് ഫസ്റ്റ് ടൈം ഇത് കേട്ടപ്പോ. പക്ക ലേണിങ്. അതെ, എന്നെ കുറിച്ച് പറയുമ്പോ എന്ത് മുഖം പിടിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അത് ഏത് മുഖം പിടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫഹദുമായിട്ടുള്ള ഒരു സീൻസ് നേരത്തെ പറഞ്ഞല്ലോ, അത് ഷൂട്ട് ചെയ്യാൻ നേരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര ടെൻഷനായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പതുക്കെ തന്നെയാണ് അത് ബ്രേക്ക് ചെയ്തത്. ഷൂട്ട് തുടങ്ങിയ 2-3 ദിവസമായപ്പോഴത്തേനും പതുക്കെ തന്നെ വന്നിരുന്ന് നമ്മളോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് കുറച്ച് നമ്മളും ഒന്ന് എന്നിട്ട് പതുക്കെ ക്യാമറ ഫിയർ ഉണ്ടോ അതിനെ പറ്റിയൊക്കെ സംസാരിക്കായിരുന്നു. ടെൻഷനെ പറ്റി പറഞ്ഞപ്പോഴും ബ്രോ ഈ ടെൻഷൻ വന്നിരിക്കുന്ന ആൾക്ക് ഓൾ ദ ബെസ്റ്റ് ഒരിക്കലും പറയാനില്ല. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പകുതിക്കായിട്ടുള്ള സീൻ ചെയ്യാൻ പോകുമ്പോ സെറ്റിലുള്ള ആരെങ്കിലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ അത് കേൾക്കുമ്പോ കഴിയുന്നു. പേടിക്കണ്ട, കൂളായിക്കോ. ഏറ്റവും വലിയ ടെൻഷൻ. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരെയും ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും ഒരു സ്വിച്ചിങ് വരുന്നുണ്ടല്ലോ. അത് ബേസിക്കലി ക്യാരക്ടറിന്റെ ആണെങ്കിൽ ക്യാരക്ടർ ആർക്കിൽ ആ സംഗതി ഇതുകൊണ്ട് സ്റ്റോറിയിലും ഭയങ്കര ഡെപ്ത് ആയിട്ട് ആ സംഗതിയെ കൊണ്ടിരിക്കുന്നു. അത് എങ്ങനെയായിരുന്നു പറഞ്ഞ് ജിത്തു ചേട്ടൻ അതിനെ സെറ്റ് ചെയ്തത്? അല്ല, ജിത്തുചേട്ടൻ കഥ പറഞ്ഞപ്പോ തന്നെ കഥ ഫുള്ള് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ മൈൻഡിലൊരു സാധനം കിട്ടുമല്ലോ. അപ്പോൾ തന്നെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ ഒരു സാധനം പിടിക്കണം. പിന്നെ ജിത്തുചേട്ടൻ നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സാധനം അല്ല പിടിക്കണം, അങ്ങനെ നമ്മളതിനൊന്നും ചെയ്യണ്ട, അത് നമ്മള് ചെയ്ത് വരുമ്പോ അതിൽ ആ സാധനം ഉണ്ട് നമുക്ക് മനസ്സിലായിരുന്നു. അല്ല, അതെനിക്കൊന്ന് സിനിമ കാണുമ്പോ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ സമയത്തെ ആവശ്യം അനുസരിച്ചാണ് ഇവരുടെ സ്വഭാവം രൂപപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ എന്താ പറയാ, ഒരു ആർക്കാണ് പക കൂടുതലുള്ളത്, ആരുടെയാണ് ആവശ്യം കൂടുതലുള്ളത്. അതായത് പക കൂടുതലുള്ളവനാണ് തുടങ്ങിയത്, അവനാണ് ഡ്രൈവ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുത്തന് അവന്റെ അത് എനിക്ക് കഥ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് പറയാത്തത്. അപ്പം സെക്കൻഡ് ഹാഫിൽ ഇവന്റെ ആവശ്യമാണ്, അവൻ എന്താണോ ചെയ്യുന്നത് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഇവന്റെ ആവശ്യമായിട്ട് മാറി, അവന്റെ മാത്രം ആവശ്യമാണ്. അതാണ് അപ്പോഴത്തേക്ക് അവൻ അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ മേളിലേക്ക് വരേണ്ടി വരുവാണ് സിറ്റുവേഷൻ കാരണം. അപ്പൊ അങ്ങനെയാണ് ഒരു ആർക്ക് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ഈ അതുപോലെ ബേസിക്കലി സിനിമയില് ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ രോമാഞ്ചത്തില് ബേസിക്കലി സത്യം പറഞ്ഞ ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് അതിനെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നേരെ ആവേശത്തിലേക്ക് വരാൻ നേരത്ത് ഒരു ഫ്രെയിമിൽ തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഫ്രെയിം ആണല്ലോ. ആ സെറ്റിങ്സും ഫൈറ്റ് ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ട് എന്നല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമല്ലോ. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീനൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഒബ്വിയസ്ലി നമ്മൾ ഇത്രയും നാൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ എക്സൈറ്റ്മെന്റ് ആണ് നമ്മളെ ഓരോ സീനുകളും നന്നാക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം. അപ്പൊ അതെനിക്ക് ത്രൂ ഔട്ട് ഓരോ സീക്വൻസുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനിയും അതെ അതെ, ഈ കുട്ടിയുടെ ക്യാരക്ടറിന്റെ അത് ബേസിക്കലി സീനിയേഴ്സിന് നമ്മൾ പലപ്പോഴും അതിന്റെ അകത്ത് തന്നെ സീനിയേഴ്സിന്റെ അകത്ത് തന്നെ ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു പരിപാടി, അത് എങ്ങനെയായിരുന്നു വർക്ക്ഔട്ട് ചെയ്തത്? ഫസ്റ്റ് വന്ന അന്ന് തന്നെ 2 ദിവസമായിട്ടാണ് ചിത്രട്ടൻ കണ്ണാൻ തോന്നുന്നു. ആ ടൈമിൽ ചിത്രട്ടൻ വന്ന് പറഞ്ഞു ഒന്ന് ഒറ്റയ്ക്ക് നടന്നു നോക്കണം, ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണം, അതിന് മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ആ ടൈമിൽ ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നിന്നു. നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്, അമ്പേട്ട വന്നപ്പോൾ സംസാരിച്ചു, എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈമിൽ ഞാൻ മാറി നിന്ന് ഒറ്റയ്ക്ക് നടന്ന് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നവീൻ ആള് കൂടുതലും എനിക്ക് ആ ടൈമില് ആ ഷൂട്ട് നടക്കുന്ന ടൈമില് നമ്മുടെ കൂടെ നിന്നിട്ട്
ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, നീ ഈ മൂന്ന് തന്നെ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ തുടങ്ങിക്കോ, ഈ മൂന്ന് തന്നെ പിടിച്ച് തുടങ്ങിക്കോ, അങ്ങനെ പറഞ്ഞ് എനിക്കെന്തെങ്കിലും ടെൻഷനോ എനിക്കെന്തെങ്കിലും എന്താ പറയുക ഒരു എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ ടൈമിൽ അപ്പം തന്നെ നവീകരണം വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ ആ മൂന്ന് തന്നെ പിടിച്ച് നിന്നാൽ മതി, ആ മൂന്ന് തന്നെ കീപ്പ് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിത്രചേട്ടൻ പിന്നെ ആക്ഷൻ അത് ചിത്രചേട്ടന് പറയാണെന്ന് അതല്ല, ചിത്രചേട്ടൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തുടക്കം തൊട്ട് ഈ ഷൂട്ടിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ പാക്കപ്പ് കഴിഞ്ഞ് ഡബിങ് കഴിയണവരെ ചിത്രചേട്ടനായിട്ട് സംസാരിക്കുന്ന ടൈമിൽ മൊത്തം നമുക്ക് എന്താ പറയാ ഒരു ആവേശമായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആള് വന്നിരുന്ന് കഴിഞ്ഞാൽ. ബ്രോയുടെ ഈ കോമഡി ട്രാക്ക് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ടീച്ചറിലേക്ക് അല്ല അങ്ങനെയല്ല, ബ്രോ കാണിച്ചോലെ. അപ്പം ആ സംഗതി ആ കോമഡി ട്രാക്ക് വർക്ക്ഔട്ട് ചെയ്യാ, അത് സംഭവം എങ്ങനെയായിരുന്നു? അതിന് മിക്സ് ചെയ്ത് രണ്ട് ട്രാക്കും ഉണ്ടല്ലോ, അത് കൂടെ കോമഡിയും കൂടെ കൊണ്ട് നടക്കണമല്ലോ, അതാ ഞാൻ ചോദിച്ചു. ഈ ക്യാരക്ടറിന്റെ ഇത് ചിത്രചേട്ടൻ പറഞ്ഞു തരുമ്പോ തന്നെ ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഏത് സീനിലും എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള, മീൻസ് എല്ലാ സീനിലും അല്ല, ചെയ്യുന്ന സീനുകളിൽ എനിക്ക് അവിടെ ഇംപ്രവൈസ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ചിത്രചേട്ടൻ പറഞ്ഞു തരും. അപ്പൊ എനിക്ക് അങ്ങനെ ആ ഒരു മീറ്ററിൽ പിടിക്കാൻ പറ്റില്ല. അത് ഉള്ളതാണോ? ആ ഒരു എക്സ്പ്രഷൻ മാനേഴ്സ് ഒക്കെ ഉള്ളതാണോ കയ്യില്? ഉള്ളതാണ്, ഇട്ടതല്ലേ? ഈ രോമാഞ്ചത്തിലും ബേസിക്കലി ഇവരുടെ വീടിന്റെ അടുത്തൊരു റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ. ഇപ്പം ഫഹദ് ഇവർക്ക് താമസിക്കാൻ കൊടുക്കുന്ന വീട്ടിലും റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പം ഇനി ഇതൊരു ജിത്തു മാധവന്റെ യൂണിവേഴ്സലായി മാറും. ഇപ്പൊ നിലവിൽ യൂണിവേഴ്സ് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഓരോ സിനിമയും ഓരോ സിനിമയായിട്ട് അപ്രോച്ച് ചെയ്യണം. പക്ഷെ മുമ്പ് നമ്മുടെ രോമാഞ്ചത്തിൽ തന്നെ ഒരു സ്പിൻ ഓഫിന് സാധ്യത ഉണ്ടെന്ന രീതിയിൽ അല്ലെന്ന് ബ്രോ പറഞ്ഞിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ കഥകൾ മൊത്തം ബാംഗ്ലൂരാണ് നടക്കുക. അതിന് ഉറപ്പായിട്ടും സാധ്യതകളുണ്ട്. അതായത് നമുക്ക് എനിക്ക് ഈ പറഞ്ഞ ഈ രംഗയുടെ ക്യാരക്ടറിനെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അപ്പൊ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഈസി ആയിട്ട് എനിക്ക് രോമാഞ്ചോട് കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഈ എന്റെ മനസ്സിലേക്ക് വന്ന ഈ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ കഥയ്ക്ക് രോമാഞ്ചമായിട്ടൊരു കണക്ഷന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. മീൻസ് ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോലെ പർട്ടിക്കുലർ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാന്നുള്ളത്. ഞാൻ ഈ സിനിമ എടുത്തിട്ട് രോമാഞ്ചമായിട്ട് എനിക്ക് കണക്ട് ചെയ്താലും ചെയ്യേണ്ട ഒരു അവസാനമായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടിറങ്ങുന്ന രംഗയുടെ ആനിമേഷൻ വരെ അവിടെ രോമാഞ്ചമായിട്ടൊരു കണക്ഷൻ ആയിരിക്കും വരുവാണെങ്കിൽ വരിക. അപ്പൊ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ കൈകൊട്ടി പുറത്തേക്ക് വന്നിട്ട് രോമാഞ്ചത്തെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ നമുക്ക് ആവേശം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ രംഗടനെ കുറിച്ചും ആവേശത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇറങ്ങാനായിട്ട്. ഞങ്ങളുടെ അവസ്ഥ മറ്റേ ആനിമേഷനും വേണം. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ആനിമേഷൻ വന്നത്. അതായത് നമുക്ക് രംഗ ആവേശം ആയിരിക്കണം ആളുകൾ ഇറങ്ങുമ്പോഴും സംസാരിക്കേണ്ടത്. രോമാഞ്ചത്തെ കുറിച്ച് ആളുകൾ സംസാരിച്ചു, അത്രയും നാൾ അതിനെക്കുറിച്ച് സംസാരിച്ചു, അതിന് ഭയങ്കര സന്തോഷം. അപ്പം അതിനുശേഷം ആവേശം ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ രോമാഞ്ചത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലല്ലോ, ആവേശത്തെ കുറിച്ച് സംസാരിക്കണ്ടേ. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഓരോ സിനിമയ്ക്കും ആ സിനിമ അർഹിക്കുന്ന ഒരു ഡിസ്കഷൻ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്റ്റോറി സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ഇങ്ങനത്തെ ഒരു സിനിമയുടെ മെയിൻ ഒരു ഹൃദയം എന്ന് പറയുന്ന സംഗതി. അപ്പം അതിൻ്റെ അകത്ത് ഇംപ്രൈസേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന സംഗതിയാണ്. അപ്പം ആ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയായിരിക്കും? അത് ആവേശത്തിന്റെ ആണെങ്കിൽ ഞാനൊരു കഥ ഒന്നും എഴുതിയിട്ടൊന്നുമില്ലായിരുന്നു. ആദ്യം അൻവർ റഷീദിന്റെ അടുത്ത് കഥ പറയാം, അമ്പുക്കയുടെ അടുത്ത് കഥ പറയുമ്പോൾ അപ്പോൾ ഞാനത് എന്താ പറയുക ഒരു കഥയായിട്ട് അങ്ങ് പറയുമായിരുന്നു. അപ്പോൾ കഥയായിട്ട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇത് എഴുതി തുടങ്ങുന്നത്. എഴുതുമ്പോൾ ഞാൻ സീൻ ബൈ സീനാണ് പോയത്. ഇവർ പോകുന്ന തൊട്ടിട്ട് അങ്ങനെ എഴുതി പോകുമായിരുന്നു. അപ്പം എഴുതുന്ന വഴിക്കുള്ള ഡെവലപ്മെന്റ്സ് ആണ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് പ്ലാൻ ചെയ്യാത്ത ആളാണ് ബ്രോ. അപ്പം എഴുതുമ്പോൾ വരുന്നതാണ് കൂടുതലും. അതായത് മൈൻഡിലിട്ട് അത് പോളിഷ് ചെയ്ത് കൊണ്ടു നടന്നതിന് ശേഷം ഒരു പരിധി വരെ പോളിഷ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാണ്ട് ഞാൻ അത് ഒരുപാട് അതിട്ടിട്ട് അങ്ങനെ കുഴക്കാറില്ല. ഈ ഫുൾ സ്ക്രീൻ ഇതിലാണോ അതോ പിന്നെ പർട്ടിക്കുലർ സീനിലാണോ കൂടുതലും വർക്ക് ചെയ്യുക? ഫുൾ സ്ക്രിപ്റ്റ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യും. അതായത് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ട് ടു എൻഡ് ഒരു സാധനം ഉണ്ടായിട്ട് അതിനെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ. പിന്നെ ഒരു പരിധി കൂടുതൽ ഞാൻ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഹ്യൂമർ ആവുന്നതാണ് അതിന് പാട്. ഞാനത് മടുക്കും. ഞാൻ 2-3 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഹ്യൂമർ അല്ലാതാവും. അപ്പൊ എനിക്ക് ആദ്യം ഹ്യൂമറായിട്ട് തോന്നിയ കാര്യങ്ങളെ ഞാൻ നിലനിർത്തിയിട്ട് പിന്നെ അത് വർക്ക് ചെയ്യില്ല. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും ഇംപ്രൂവൈസ് ചെയ്യുന്നത്. കാരണം ഞാൻ സ്ക്രിപ്റ്റ് നോക്കി വായിച്ചല്ല ഷൂട്ട് ചെയ്യുക.
ഞാൻ സീൻ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവും. വന്നിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് സ്പോട്ടിൽ നിന്നാണ് നമ്മളിതിനെ ഇംപ്രൂവൈസ് ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നത്. സജിൻ ബ്രോ, ഈ ആക്ഷൻ സീക്വൻസ് ബേസിക്കലി മുമ്പ് ഇത്രയും സാധനം വർക്ക് ചെയ്തില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു ഇംപ്രവൈസേഷനും കാര്യങ്ങളും. ഇപ്പൊ ഫഹദല്ലല്ലോ ആ അർത്ഥത്തിലേക്ക് വരാൻ നേരത്ത് ബ്രോയുടെ ഒരു സത്യം പറഞ്ഞ ഫുൾ പവർ ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതി, എന്തും ചെയ്യും. നിങ്ങളുടെ ആ വെട്ടിന്റെ സംഗതിയൊക്കെ പറയാൻ നേരത്ത് അതൊക്കെ ഭയങ്കര സീനായിട്ടുണ്ടല്ലോ. ആക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആക്ഷൻ ചെയ്തിട്ടില്ല. ചെറിയ സ്ട്രഗ്ലിംഗ് പരിപാടിയൊക്കെ ആദ്യമേ പറഞ്ഞായിരുന്നു ഫൈറ്റ് ഒക്കെ ഉണ്ട് വെച്ചാനെ. നമ്മുടെ ഒപ്പം ഫൈറ്റ് ചെയ്ത നഞ്ചപ്പ ആണെങ്കിലും ബാക്കി മറ്റേ ഫൈറ്റേഴ്സ് ചെറിയവര് ഹിമാൻഷു കൃഷ്ണ അവരാണെങ്കിലൊക്കെ ഭയങ്കര ട്രെയിൻഡ് ആണ്. അവര് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് അല്ല അങ്ങനല്ലേ ഫ്രണ്ട്സ് അതെങ്ങനെ ആളുകൾ മനസ്സിലാക്കുന്നു അങ്ങനെ പരാമർശിക്കുന്നില്ല. ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഞാൻ മനസ്സിലാക്കി അല്ല അതാ പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും അത് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഭയങ്കര ആത്മാർത്ഥ ഇനി കസിൻസ് ആയിരിക്കാം, ചേട്ടനായിരിക്കാം എന്തായാലും. അപ്പോ അവരൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാനൊരാഴ്ച പോയിട്ട് ഇതിനു മുന്നേ ഒക്കെ ആയിട്ട് പോയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തു, പഠിച്ചു വന്നു, ചെയ്തു. അവരത്ര ഡിഫിക്കൽട്ട് ഫൈറ്റ് എനിക്ക് ഉണ്ടായില്ല. അവർ വൻ പൊളിക്കുമ്പോൾ എയറിലായിരിക്കുമ്പോൾ ഞാൻ താഴ്ത്തു തിടിക്കുന്നു ആ ഒരു സാധനം. ബാക്കിയെല്ലാം ചെയ്തു വന്ന് സംഭവിച്ചു പോയി ബ്രോ. പിന്നെ എല്ലാരും വന്നിങ്ങനെ മേത്തേക്ക് വരുന്ന ആ സീക്വൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അതിന്റെ അടി കിടന്ന് പെട്ടോ? ഇല്ല, അവര് പുറത്തു വന്ന് പെട്ടൊന്നുമില്ല, ഓക്കെ ആയിരുന്നു. ചെറിയ അവര് കുറച്ചുപേരൊക്കെ നമ്മൾ പുറത്തായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ നമുക്ക് ഒരു പുഷ്പം പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു സാധനമൊക്കെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ഭാഗ്യം. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്. ഈ സമയത്ത് എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരില്? ബാംഗ്ലൂർ ലൊക്കേഷൻ വൈസ് ആണ്. ലൊക്കേഷൻ ബാംഗ്ലൂർ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഷൂട്ട് പറഞ്ഞ പോലെ അറിയാലോ, അവിടെ പെർമിഷൻസിന്റെ കാര്യത്തിലും സ്ഥലങ്ങൾ കിട്ടുന്നതിന്റെ കാര്യത്തിലെല്ലാം കുറച്ചധികം നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും എല്ലാം സ്മൂത്ത് ആയിട്ട് ഷൂട്ടും എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ. ഈ ഫഹദ് ഫാസിലിനെ പോലെ ഒരാളെ കൊണ്ട് ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാൻ ഇപ്പം പാടുള്ള കാര്യമാണ്. അതിൽ പാടാണ് ഈ ഹിപ്സ്റ്ററിനെ കൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ. ഹിപ്സ്റ്ററിനെ കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ മൊത്തം ആള് കൂടുന്നു സെൽഫിക്കാര്. അതെ, ഈ വികാരം കേട്ടോ. ഇപ്പൊ കണ്ട അറിയാത്ത അത് മടുത്തിട്ട് അവനെ ഇട്ടിട്ട് മടുത്ത് എല്ലായിടത്തും തന്നെയല്ലേ കേൾക്കുന്നത്? എല്ലായിടത്തും അതെ. അല്ല, ഫഹദും വന്ന് പ്രസ് മീറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ ഈ സെയിം അഭിപ്രായം. എങ്ങനെ ഉണ്ടായിരുന്നു ഫാൻസ്? അല്ല, ആക്ച്വലി നമുക്ക് എന്താ വെച്ചാല് ഫഹദിന്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, രംഗ ഗ്യാങ് എന്നാണ് നമ്മൾ അവരെല്ലാവരും കൂടി വിളിക്കുന്നത്. ഈ രംഗ ഗ്യാങ് ഫഹദിനെ ലിറ്ററലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാത്തിനും. ഈ പറഞ്ഞ ആളുകൾ വന്നാൽ ഓഫ് സ്ക്രീനിൽ ഒരു രംഗ ഗ്യാങ് തന്നെയായിരുന്നു. അവര് ത്രൂ ഔട്ട് അത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെറ്റിലൊക്കെ പ്രശ്നക്കാരൊക്കെ വരുമ്പോ പോകും എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും, പിന്നെ കഴിഞ്ഞ്. ഈ ബേസിക്കലി ഫഹദ് ഈ രംഗയെ ഡെവലപ്പ് ചെയ്യാൻ ഗ്രോ ചെയ്യാൻ എത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുക്കും? മീൻസ് പുള്ളിയായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാ മിനിറ്റിലും എല്ലാ ദിവസവും എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഫഹദിന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. ഫഹദ് വരുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും വൈകിട്ട് വീട്ടിലാണെങ്കിലും രാത്രിയിലൊക്കെ വിളിച്ചിട്ട് പറയും നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ, അത്രയും ഇൻവോൾവ് ആയിരുന്നു അതിനകത്ത്. അപ്പൊ അതാണ് അതിന്റെ ഔട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് കയറി വന്ന് ഞാൻ രംഗയെ അഭിനയിച്ചു പിന്നെ പോയിട്ട് വേറെ എന്തോ ആവുന്നു, നടക്കില്ല. അത് ഭയങ്കരമായിട്ടും പുള്ളി അത് കഷ്ടപ്പെട്ട് തന്നെ പിടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഈസി ആയിരുന്നു, എനിക്കത് ചെയ്തെടുക്കാൻ ഈസി ആയിരുന്നു. കാരണം അത്രയും വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്, ഫഹദ് ചെയ്തിട്ടുണ്ട്. ഈ ഫഹദിന്റെ കാര്യത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 1-2 ദിവസം കഴിഞ്ഞാലേ ഫഹദ് പക്കയുടെ ക്യാരക്ടറിലേക്ക് വരുള്ളൂ. ചിലപ്പോ അതിനു മുമ്പുള്ള ഫുട്ടേജ് ഒക്കെ ചിലപ്പം വേണ്ടെന്ന് വെക്കാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ഒക്കെ യൂസ് ചെയ്ത് അപ്പൊ തന്നെ അത് ഓക്കെ ആയിരുന്നു പുള്ളി ചെയ്തത്. ജിബ്രോന്റെ കേസിൽ ബ്രഹ്മയുഗം വേണ്ടെന്ന് വെച്ചിട്ട് ആണ് ബേസിക്കലി ആവേശത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പം അത് ബേസിക്കലി ഒരു ചെറിയ ബ്രഹ്മയൊക്കെ ഇറങ്ങിക്കഴിയാൻ ചെറിയൊരു വിഷമം സ്വാഭാവികം എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആവേശം വെച്ചതല്ല ബ്രോ, അത് ആ സമയത്ത് മാറിപ്പോയത്. ഡേറ്റ് സെയിം വന്നപ്പോഴേക്കും ആവേശം ആദ്യം തീരുമെന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ ഡേറ്റിന് ശേഷമായിരുന്നു
അത് ഇവന് വേണ്ടിയിട്ട് ആ ഡേറ്റ് അവർ പോസ്റ്റ്പോൺ ചെയ്ത് ആ ഡേറ്റിലേക്ക് വന്നതായിരുന്നു. സിദ്ധാർത്ഥ് ഭരതന്റെ സീന അത് ഞാൻ പറയില്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയി. അപ്പോൾ അത് വീണ്ടും ഓരോ പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം സജിന് അപ്പോഴും ചെയ്യാൻ പറ്റുന്നതായിരുന്നു നമ്മുടെ വിശ്വാസം. മാക്സിമം ട്രൈ ചെയ്തു. അതും നടന്നില്ല. അതും നടക്കാതെയാണ് വീണ്ടും എക്സ്റ്റെൻഡ് ആയപ്പോഴത്തേക്കും അത് നടക്കില്ല. ആവേശം ഇപ്പൊ ആവേശം കണ്ടപ്പോ മാറി. ഇന്നലെ ആളുകളൊക്കെ എണീറ്റ് എന്തായാലും മാറിയിട്ടുണ്ടോ? എന്താ മാറിയിട്ടുണ്ട്. അത് ഓൾറെഡി രാഹുൽ സുഹൃത്താണ്. രാഹുലിന്റെ ഇനി അടുത്ത പടങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് വിളിക്കുന്നത്? ഇത്രയായിട്ട് വിളിക്കുമ്പോൾ എന്നെ അതും പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖർ ഇറങ്ങിപ്പോ പൊളിപ്പടം കളിയാ എനിക്ക് മിസ്സായില്ലടാ വിളിച്ചിട്ട് മാനസികമായിട്ട് എന്നെ തളർത്താൻ. അത് എന്തായാലും അത് ആ വിഷമം ഒരുപാട് നാളുണ്ടാവും ബ്രോ. ഒരിക്കലും അതങ്ങനെ പോകും. ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. പടം കാണുമ്പോ അതുണ്ടാവും. ഇനിയിപ്പോ അതിന്റെ അടുത്ത അവാർഡുകൾ വരും, അപ്പൊ വിഷമം ഉണ്ടാവും. ഇനി രാഹുൽ അടുത്ത പടം ചെയ്യുമ്പോൾ വിളിക്കില്ല, അപ്പൊ വിഷമം ഉണ്ടാവും. അതെന്തായാലും വിളിക്കുന്നത്. രാഹുൽ എങ്ങനെ വിളിക്കാനോ ഇത്രയൊക്കെ ചെയ്തിട്ട്? ഞാൻ പഠിപ്പിക്കും. ഓക്കെ, അപ്പം ഒരുപാട് അടിപൊളി സിനിമയ്ക്ക് ചിന്തിച്ചേണ്ട ഒരുപാട് അടിപൊളി സിനിമയ്ക്ക് നിങ്ങളുടെ ഒരുപാട് ക്യാരക്ടേഴ്സിനായിട്ട് കാത്തിരിക്കുന്നു. താങ്ക്സ്.